ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ജേണൽ എൻട്രീസ്. ഒരു ട്രാൻസാക്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം രേഖപ്പെടുത്തുന്നത് ജേണലിലാണ്. അതുകൊണ്ട് ഇതിനെ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയുന്നു. വിവിധതരം ട്രാൻസാക്ഷനുകളെ രേഖപ്പെടുത്താനായി വിവിധതരം ജേണലുകളുണ്ട്. ഡേ ടു ഡേ ഓർഡറിലാണ് ട്രാൻസാക്ഷനുകളെ ജേണലിൽ രേഖപ്പെടുത്തുന്നത്. ട്രാൻസാക്ഷനുകളെ ജേണലിൽ രേഖപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ജേണൽ കോളംനാർ ഫോമിലാണ് തയ്യാറാക്കുന്നത്. ഒരു ജേണലിന്റെ സ്പെസിമെൻ ഇങ്ങനെയാണ്. 5 കോളംസ് ആണ് ജേണലിലുള്ളത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഡേറ്റ് കോളത്തിൽ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് രേഖപ്പെടുത്തുന്നു. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ജേണൽ എൻട്രി എന്താണോ അത് രേഖപ്പെടുത്തുന്നു. ജേണൽ എൻട്രിക്ക് താഴെയായി നരേഷൻ രേഖപ്പെടുത്തുന്നു. നരേഷൻ എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് അറിയാത്ത വ്യക്തിക്ക് പോലും അവിടെ നടന്ന ഇടപാട് എന്താണെന്ന് മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് നരേഷൻ തയ്യാറാക്കുന്നത്. ജേണലിൽ നിന്നും ട്രാൻസാക്ഷനുകളെ ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആ ലെഡ്ജർ ബുക്കിന്റെ പേജ് നമ്പർ ആണ് ലെഡ്ജർ ഫോളിയോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെബിറ്റ് ചെയ്ത തുക ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ചെയ്ത തുക ക്രെഡിറ്റ് കോളത്തിലും രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് ഒരു ജേണലിന്റെ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഒരേ രീതിയിലുള്ള ട്രാൻസാക്ഷനുകളെ രേഖപ്പെടുത്തുന്ന ജേണലിനെയാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ജേണൽ എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ഡേ എന്ന അർത്ഥം വരുന്ന ജേൺ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. ജേണലിൽ നിന്നും ട്രാൻസാക്ഷനുകളെ ലെഡ്ജറിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. 7 ടൈപ്പ് ജേണൽ എൻട്രീസ് ആണുള്ളത്. ഒന്നാമത്തേത് സിമ്പിൾ എൻട്രി. ഒരു ഡെബിറ്റ് എലമെന്റും ഒരു ക്രെഡിറ്റ് എലമെന്റും മാത്രം ഉള്ള എൻട്രിയാണ് സിമ്പിൾ എൻട്രി. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഡെബിറ്റ് എലമെന്റും ക്രെഡിറ്റ് എലമെന്റും ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രിയാണ് സിമ്പിൾ ജേണൽ എൻട്രി. രണ്ടാമത്തേത് കോമ്പൗണ്ട് ജേണൽ എൻട്രി. അതായത് ഒന്നിലധികം ഡെബിറ്റ് എലമെന്റ് അല്ലെങ്കിൽ ഒന്നിലധികം ക്രെഡിറ്റ് എലമെന്റ് ഉള്ള ജേണൽ എൻട്രിയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. പെയ്ഡ് വേജസ്, പെയ്ഡ് സാലറീസ്, പെയ്ഡ് കമ്മീഷൻ ഇവയെല്ലാം എക്സ്പെൻസുകളാണ്. ഇവയുടെ എല്ലാം ക്രെഡിറ്റ് എലമെന്റ് ക്യാഷുമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: വേജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, സാലറീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എല്ലാം ക്രെഡിറ്റ് എലമെന്റ് ക്യാഷ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം: വേജസ് അക്കൗണ്ട് ഡെബിറ്റർ, സാലറീസ് അക്കൗണ്ട് ഡെബിറ്റർ, കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റാം കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് 25,000, മെഷീനറി 21,000, സ്റ്റോക്ക് 32,000. ഇവിടെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ. ഇവിടെ എല്ലാം ക്രെഡിറ്റ് എലമെന്റ് ക്യാപിറ്റലാണ് വരുന്നത്. നമുക്ക് ഇതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം: ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. മൂന്നാമത്തേത് കോൺട്രാ എൻട്രി. ക്യാഷ് ബുക്കിലെ ചില ട്രാൻസാക്ഷനുകൾ ക്യാഷുമായും ബാങ്കുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ട്രാൻസാക്ഷനുകൾ 2 സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇതാണ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രിയിൽ ഒരു എലമെന്റ് എല്ലായ്പ്പോഴും ക്യാഷും ഒരു എലമെന്റ് എല്ലായ്പ്പോഴും ബാങ്കും ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോയി. ബാങ്ക് എന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ബാങ്ക്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ബാങ്ക് എന്നത് ഇവിടെ റിസീവർ ആണ്. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്ക് അവിടെ റിസീവർ ആവുകയാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയി. ക്യാഷ് എന്നത് അസറ്റ് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് വിത്ഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ₹2,000. ഇവിടെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് വിത്ഡ്രോ ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ബാങ്ക് എന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ബാങ്ക് എന്നത് ഇവിടെ ഗിവർ ആണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് ഓപ്പണിംഗ് എൻട്രി.
ഒരു സ്ഥാപനത്തിലെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും കുറിച്ച് പറയുന്ന എൻട്രിയാണ് ഓപ്പണിംഗ് എൻട്രി. കഴിഞ്ഞ വർഷത്തെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈ വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓപ്പണിംഗ് എൻട്രിയിലൂടെയാണ്. ഓപ്പണിംഗ് എൻട്രി ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നില്ല, നേരിട്ട് ബാലൻസ് ഷീറ്റിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിലെ ഓപ്പണിംഗ് എൻട്രി എല്ലായ്പ്പോഴും ഡെബിറ്റ് സൈഡിൽ മാത്രമേ വരികയുള്ളൂ. ക്യാഷ് ബുക്ക് ഒരിക്കലും നെഗറ്റീവ് ബാലൻസ് കാണിക്കുന്നില്ല. ഓപ്പണിംഗ് എൻട്രിയിൽ അസറ്റുകളെ എല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റീസിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് ക്ലോസിംഗ് എൻട്രി. ക്ലോസിംഗ് എൻട്രി എന്നതൊരു ജേണലാണ്. ഇത് വർഷാവസാനമാണ് തയ്യാറാക്കുന്നത്. ഇത് ടെമ്പററി അക്കൗണ്ടുകളെ പെർമനന്റ് അക്കൗണ്ടുകളാക്കി മാറ്റുന്നു. അതായത് ടെമ്പററി അക്കൗണ്ടുകളായ റവന്യൂ, എക്സ്പെൻസ്, ഡിവിഡൻഡ് മുതലായവയെ പെർമനന്റ് അക്കൗണ്ടുകളായ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇവയാക്കി മാറ്റുന്നു. ഓപ്പണിംഗ് എൻട്രി വർഷാദ്യം തയ്യാറാക്കുമ്പോൾ ക്ലോസിംഗ് എൻട്രി വർഷാവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാത്ത എന്നാൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്ന ട്രാൻസാക്ഷനുകളാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ്. സാലറി കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. ഇത് ബിസിനസിനെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്. ജേണൽ എൻട്രി. സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. ഇത് ബിസിനസ്സിൽ രേഖപ്പെടുത്താത്ത എന്നാൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്ന ട്രാൻസാക്ഷനുകളാണ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആയിട്ടാണ് ഇവ ബിസിനസ്സിൽ രേഖപ്പെടുത്തുന്നത്. ഇത് റെക്ടിഫൈങ് എൻട്രീസ്. ഒരു ജേണൽ എൻട്രി പാസ് ചെയ്ത ശേഷമാണ് മനസ്സിലാക്കുന്നത് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ജേണൽ എൻട്രി നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്ന എൻട്രിയാണ് റെക്ടിഫൈങ് എൻട്രീസ്. അതായത് ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടി തിരുത്തി എഴുതാൻ പറ്റില്ല, മൊത്തം ട്രാൻസാക്ഷനുകളെ അത് ബാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ജേണൽ എൻട്രീസ് കറക്റ്റ് ചെയ്യാനായി അവിടെ റെക്ടിഫൈങ് എൻട്രീസ് ആണ് പാസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. മെഷീനറി പർച്ചേസ്ഡ് 3000. ഇപ്പൊ മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് കണക്കാക്കേണ്ടത്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം അത് പർച്ചേസ് ആയല്ല കണക്കാക്കേണ്ടത്. അക്കൗണ്ടിങ് അറിയാത്ത ഒരാൾ അത് പർച്ചേസ് അക്കൗണ്ട് ആയിട്ട് കരുതി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് എഴുതി. അപ്പൊ ആ ജേണൽ എൻട്രി തെറ്റാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനായി ആദ്യം കറക്റ്റ് എൻട്രി എഴുതുക. കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ഇവിടെ ഈ ജേണൽ എൻട്രി കറക്റ്റ് ചെയ്യാനായി മെഷീനറിയിൽ 3000 രൂപ ഡെബിറ്റ് വേണം, പർച്ചേസിൽ നിന്ന് 3000 രൂപ പോകണം. അതിനുവേണ്ടി റെക്ടിഫൈങ് എൻട്രി ആയി നമുക്ക് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ 3000 ടു പർച്ചേസ് അക്കൗണ്ട് 3000 എന്ന് എഴുതാം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.